അതിനിപ്പോ എന്തോന്നിന് കാര്യമല്ലേ. എല്ലാവർക്കും ഇപ്പൊ ടിൻസൊക്കെ ഉണ്ടാവുന്നവരെന്തോ ചെയ്യും? ടിൻസൊക്കെ ആവുന്നവരെന്തോ ചെയ്യും? പിന്നെ ഇതൊക്കെ ദൈവം തരുന്നു, നമ്മൾ മേടിക്കുന്നു. ഒരു ടെൻഷന്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോഴേക്കും പ്രഗ്നൻ്റ് ആയിട്ട് വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന ഒരാളെ കണ്ടു. സാധാരണ എല്ലാ സ്ത്രീകളും ഈ അവസരത്തിൽ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പ്രഗ്നൻ്റ് ആയാൽ വളരെ സന്തോഷത്തോടെ കുടുംബാംഗങ്ങളും പ്രഗ്നൻ്റായ സ്ത്രീകളുമൊക്കെ സന്തോഷം പങ്കിടുന്നതാണ് വളരെ അധികം കണ്ടുവരുന്നൊരു കാഴ്ച. പിന്നെ പ്രഗ്നൻ്റ് ആകാൻ കഴിയാതെ കുട്ടികളില്ലാതെ സങ്കടപ്പെടുന്നവർ ധാരാളം പേരുണ്ട്. എന്നാൽ പ്രഗ്നൻ്റ് ആയിട്ട് സങ്കടപ്പെടുന്ന അപൂർവം ആളുകളെ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരാളെ ഇന്ന് നമ്മൾക്ക് പരിചയപ്പെടാം. ഡാനി ഡേയ്സ് എന്ന ഫാമിലി വ്ലോഗിലെ അച്ചുവാണ് പ്രഗ്നൻ്റ് ആയിട്ട് ആകെ വിഷമത്തിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുവാനായിട്ട് പുള്ളിക്കാരി മെൻ്റലി പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഓൾറെഡി വേറെ ഒരു ചെറിയ കുഞ്ഞുമുണ്ട്. അപ്പോൾ അത് വളർന്നതിന് ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി കുഞ്ഞ് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു സംഭവം. അത് പെട്ടെന്ന് പുള്ളിക്കാരിക്ക് അങ്ങ് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതിനെപ്പറ്റി അവരുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കമൻസ് ഒക്കെ ആയിരുന്നു കമൻറ്റ് ബോക്സിൽ കണ്ടത്. അതിനെക്കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. നിങ്ങൾ എല്ലാരും ഒരു കാര്യം ചോദിച്ചു, ഒറ്റൊരു വീഡിയോയിലായിരുന്നു ചോദിച്ചു. 1-2 ഷോർട്സിൽ ചോദിച്ചായിരുന്നു അച്ചു പ്രഗ്നന്റ് ആണോ എന്ന്. അപ്പൊ ഗൈസ് ഫൈനലി വി ആർ പ്രഗ്നന്റ്. അച്ചു 2ാമത് പ്രഗ്നന്റ് ആയിരിക്കാണ്. അതാണ്ട് ഇയാൾക്കൊരു കോട്ടൂടെ. പക്ഷെ അച്ചുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെന്റലി അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അപ്രതീക്ഷിതമായതുകൊണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു. അതെ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് നീനു ബേബിയുടെ കരയുന്ന എന്തിനു? എപ്പോ പറഞ്ഞാലും കരച്ചില്ല. നീനു ബേബിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. നീ അതിന്റെ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു 5-6 വയസ്സാവുമ്പോഴത്തേക്കും അങ്ങനെ 5-6 വയസ്സാവുമ്പോഴത്തേക്കും മതി അടുത്ത ബേബി. പക്ഷെ ഇത് ആയും പോയി. പിന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറയുന്നത് ഇപ്പൊ തന്നെ 28 വയസ്സായി. മാക്സിമം നമ്മുടെ പ്രഗ്നൻസി എല്ലാം 30-നുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്താ പിന്നെ 6 വീക്സ് ആയി. അതെ, 6 വീക്സ് ആയി. പക്ഷെ എനിക്ക് കഴിഞ്ഞ മന്തിൽ എനിക്ക് പീരീഡ്സ് ആയി. പിന്നെ എങ്ങനെ 6 വീക്സ് ആയെന്ന് എനിക്ക് എത്ര അങ്ങോട്ട് എനിക്കറിയില്ല ഇതിനെ പറ്റി. മീൻസ് പീരീഡ്സ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ഏർപ്പാട് 6 വീക്സ് ആയ കാണിക്കുന്നു. അതെ, ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പീരീഡ്സ് ആവത്തില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പീരീഡ്സ് ആയിട്ട് 6 വീക്സ് പ്രഗ്നന്റ് ആയെന്ന് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏട്ടൻ ഓക്കെ ആണ്. ഞാനങ്ങോട്ട് മെന്റലി പ്രിപ്പയർഡ്. കരയേണ്ട ആവശ്യം എന്താ? ഇനി മെന്റലി പ്രിപ്പയർഡ് അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആക്കാൻ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഫിസിക്കലി ഒട്ടും ഞാനങ്ങോട്ട് സെറ്റല്ല. സെറ്റൊന്നും ആയി വരുന്നില്ലേ ഉള്ളൂ. സെറ്റ് ആയിക്കോളും. കുറച്ചുകൂടി കഴിയുമ്പോൾ 2-3 മാസം ആകുമ്പോൾ നല്ല സെറ്റ്. സാധാരണ ആണുങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ട് മാത്രമേ ഭാര്യമാർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സമയം സ്ത്രീകളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണിത് ഒരു സ്ത്രീ ഈ സമയത്ത് കടന്നു പോകുന്നത്. പിന്നെ ഇത് ഒരു വിഷയമേ അല്ല എന്ന് കരുതുന്ന കൂട്ടരും ഉണ്ട്. അത് ഓരോരുത്തരുടെ വ്യക്തിത്വമാണ്, അവരുടെ മനോഭാവം പോലെ ഇരിക്കും. വീഡിയോയുടെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. അമ്മ കരയും നോക്കി കിടന്ന് പൊട്ടി കരയുന്നുണ്ട് അമ്മ. അതിനിപ്പോ എന്തോന്നിന് കാര്യമല്ലേ. എല്ലാവർക്കും ഇപ്പൊ ടിൻസൊക്കെ ഉണ്ടാവുന്നവരെന്തോ ചെയ്യും? ടിൻസൊക്കെ ആവുന്നവരെന്തോ ചെയ്യും? പിന്നെ ഇതൊക്കെ ദൈവം തരുന്നു, നമ്മൾ മേടിക്കുന്നു. ഒരു ടെൻഷനും ഇല്ല. അല്ലേ നീനമ്മ? അതിന്റെ ഇടയ്ക്ക് സൈഡ് കുരുത്തൊക്കെ ഇട്. തടി ഇവിടെ
നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പൊ നീനുവിനൊരു കൂട്ടോടായെന്നല്ലേ ഉള്ളു, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ എന്നെ കരയുന്നത്? നീന്റെ കാര്യങ്ങളൊക്കെ നോക്ക എല്ലാരും ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ, പിന്നെന്തോത്തിന് പേടിക്കുന്നത്? കരണ്ടടി. എക്സ്പെക്ട് ചെയ്യാതല്ലേ വരേണ്ടത്. എക്സ്പെക്ട് ചെയ്യുന്ന വരുന്ന ആൾ അടിപൊളിയായിരിക്കും, ചെയ്യാതെ വരുന്ന ആള്. നീ ടെൻഷൻ അടിക്കണ്ട. നീ ടെൻഷൻ അടിക്കണ്ട. ഇനിമ കണ്ട അമ്മച്ചി കരയുന്നുണ്ടാ? അമ്മ കരയുന്നു. അമ്മ ആശ്വസിപ്പിക്ക്. കരയാതിരി, നീ ഇങ്ങോട്ട് കരയാതിരി. അമ്മ ആശ്വസിപ്പിക്കാൻ അടിക്കുമോ? എന്തിനു പേടിക്കുന്നത്? അങ്ങോട്ടത്തെ കാര്യം ഒന്നും ആലോചിക്കല്ല, ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ചും മൂത്ത കുഞ്ഞ് വളരെ ചെറുതാണെങ്കിൽ പിന്നെ ആ കുഞ്ഞിനെ നോക്കാനും വലിയ ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ കുഞ്ഞുകൂടി വരുമ്പോഴേക്കും. അതുകൊണ്ട് അതിനെ സ്നേഹിക്കുവാനും മൂത്ത കുഞ്ഞിനെ സ്നേഹിക്കുവാനും നന്നായിട്ട് നോക്കാനുമുള്ള അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ള ആ ഒരു ടെൻഷൻ, ആ ഒരു വിഷമം അമ്മമാർക്കുണ്ടാകും. അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എത്രയോ പേർക്ക് മൂത്ത കുഞ്ഞ് അത് ചെറിയ പ്രായത്തിൽ തന്നെ അതിൻ്റെ ഇളയ കുഞ്ഞുങ്ങളുണ്ടായി അമ്മമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവർക്ക് മാത്രം ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു സിറ്റുവേഷൻ ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പക്ഷേ ഇക്കാലത്ത് കുട്ടികൾക്കൊക്കെ വളരെ വ്യത്യാസമായിട്ട് അവർ ചിന്തിക്കുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പേരും വർക്കിംഗ് ആണ്. അപ്പോൾ അവരുടെ ജീവിതത്തെ പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങോടെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ ധാരാളം പേര്, അവർ എപ്പോഴാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ടത് എന്നുള്ള പ്ലാനിങ്ങും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തേത്. പക്ഷേ ഈ വീഡിയോ കാണുമ്പോഴേക്ക് ഇതുപോലെയെങ്കിലും കടന്നു പോയിട്ടുള്ള, ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ള കുറച്ച് പേരെങ്കിലും നമ്മൾക്കിടയിൽ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ അവരവരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇങ്ങനെ ഒരു വീഡിയോ കാണാനിടയായത് കൊണ്ട് ഈ ഒരു ടോപ്പിക്കിൻ്റെ റെലവൻസിനെ കരുതിയിട്ടാണ് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതി അറിയിക്കുക. തുടർന്ന് അടുത്ത ഒരു പ്രധാനപ്പെട്ട സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.